ഒരു വലിയ കൊടുങ്കാറ്റ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വെറും രാഷ്ട്രീയ ചർച്ചകളല്ല, മറിച്ച് നിയമത്തിന്റെ നീതിപീഠം ഒരു കുടുംബത്തിന്റെ വാതിലിൽ മുട്ടിവിളിക്കുന്ന ശബ്ദമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും നടുവിലാണ് ഇന്ന് ആ പേര് നിൽക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ED കുരുക്കുമുറുക്കുമ്പോൾ അത് വെറുമൊരു കേസ് അന്വേഷണമല്ല, അതൊരു വലിയ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ തുടക്കമാണ്. എന്തുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ ED ആ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്? എന്തുകൊണ്ടാണ് ആ പരിശോധനകൾക്ക് നേരെ CPM അണികൾ അക്രമാസക്തരായത്? അധികാരത്തിന്റെ തണലിൽ എല്ലാം ഒതുക്കാമെന്ന് വിചാരിച്ചവർക്ക് തെറ്റിയിരിക്കുന്നു. ഇന്നിതാ 18 കോടിയിലേറെ രൂപ മരവിപ്പിക്കപ്പെടുന്നു, ബാങ്ക് അക്കൗണ്ടുകൾ ലോക്ക് ചെയ്യപ്പെടുന്നു, വീടിന് മുന്നിൽ തോക്കേന്തിയ കേന്ദ്രസേന അണിനിരക്കുന്നു. ഇത് വെറുമൊരു റെയ്ഡല്ല, പിണറായി കുടുംബത്തെയും അവരുടെ സാമ്പത്തിക ഇടപാടുകളെയും ED വളഞ്ഞിട്ട് പിടിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് എന്നത് ഇപ്പോൾ വെറുമൊരു സാധ്യതയല്ല, അതൊരു മുൻവിധി പോലെ വായുവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പിണറായി വിജയന്റെ കുടുംബത്തിനു മേൽ ED വിരിക്കുന്ന ഈ വലയിൽ ആരെല്ലാം കുടുങ്ങും? ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകത്തിന് വേദിയാകാൻ പോവുകയാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നോക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധം വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അധികാരത്തിന്റെ ഉച്ചകോടിയിൽ നിന്നവർ ഇന്ന് നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണോ? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വസതിയിലേക്ക് ED സംഘം ഇരച്ചു കയറിയപ്പോൾ കേരളം ഒന്നടങ്കം ഞെട്ടി. ഇതൊരു സാധാരണ റെയ്ഡ് ആയിരുന്നില്ല, മറിച്ച് ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിരുന്നു. അധികാരം കൈവിട്ട നിമിഷം മുതൽ പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് ED തങ്ങളുടെ പിടിമുറക്കി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം. വീണ വിജയന്റെ അറസ്റ്റിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അർദ്ധരാത്രിയിലെ ആസൂത്രണം, CPM പ്രവർത്തകരുടെ അക്രമാസക്തമായ പ്രതികരണങ്ങൾ, EDയുടെ അടുത്ത നീക്കം എന്നിവയെല്ലാം അമ്പരപ്പിക്കുന്നതാണ്. ഇനി എക്സാലോജിക് എന്ന വീണ വിജയന്റെ കമ്പനി CMRL എന്ന കമ്പനിയിൽ നിന്നും IT കൺസൾട്ടൻസിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിരിക്കുന്നു. എന്നാൽ നിയമപരമായ രേഖകളോ കൃത്യമായ സേവനങ്ങളോ നൽകിയതിന് ഒരു തെളിവുമില്ല. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ കീഴിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ്. വെറുതെ പണം വാങ്ങുകയല്ല, പകരം വ്യാജ ഇൻവോയ്സുകൾ ഉണ്ടാക്കി പണം വകമാറ്റിയെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റിപ്പോർട്ടുകൾ കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ ഈ കേസിന്റെ വ്യാപ്തി ബോധ്യപ്പെടും. കഴിഞ്ഞ 15 വർഷത്തിനിടെ CMRL 182 കോടിയോളം രൂപ ഇത്തരത്തിൽ പലർക്കായി നൽകിയെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം ആർക്കൊക്കെയാണ് ലഭിച്ചത്? എന്തിനാണ് ഇത്രയും വലിയ തുകകൾ കൈമാറിയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിച്ചാണ് ED വന്നിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രസക്തമായ ചോദ്യം, വീണ വിജയൻ അറസ്റ്റിലാകുമോ എന്നതാണ്. നിലവിലെ തെളിവുകൾ വെച്ച് വീണ വിജയനെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ EDക്ക് സാധിക്കും. മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാൻ അവർക്ക് സാധിക്കുമെങ്കിലും 18.36 കോടിയുടെ കള്ളപ്പണ ഇടപാട് തെളിയിക്കുന്ന രേഖകൾ EDയുടെ കയ്യിലുള്ളപ്പോൾ ജാമ്യം ലഭിക്കുക എന്നത് ഏറെ പ്രയാസകരമാണ്. മാത്രമല്ല CMRLൽ നിന്നും പണം പറ്റിയ മറ്റു പല രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകൾ EDയുടെ പട്ടികയിലുണ്ട്. മുന്നണി വ്യത്യാസമില്ലാതെ പല പ്രമുഖരെയും ഈ വരും ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്യും. പിണറായി വിജയന്റെ മകൾ എന്ന ലേബൽ കൊണ്ട് മാത്രം ഇനി നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് വ്യക്തം. ഇത് കേവലം ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല. ഇത് കേരളത്തിലെ അഴിമതിയുടെ പല മുഖങ്ങളും തുറന്നു കാണിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരം ED അന്വേഷിക്കുന്ന ഒരു കേസിൽ അറസ്റ്റ് എന്നത് അവസാനത്തെ നടപടിയല്ല, മറിച്ച് അന്വേഷണത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയാണ്. CMRL എക്സാലോജിക് കേസിൽ EDക്ക് ലഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക രേഖകളും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. സേവനമൊന്നും നൽകാതെ ലക്ഷങ്ങളും കോടികളും കമ്പനിയിലേക്ക് എത്തിയെന്നത് നിയമവിരുദ്ധമായ പണം ഇടപാടായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. ഈ സാഹചര്യത്തിൽ വീണ വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നത് കേസ് പൂർത്തിയാക്കാൻ അനിവാര്യമാണെന്ന് ED കരുതുന്നുണ്ട്. അറസ്റ്റിനെ തടയാൻ വീണ വിജയന് മുന്നിൽ നിയമപരമായ വഴികൾ പരിമിതമാണ്. കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുക എന്നതാണ് ഏക പോംവഴി. എന്നാൽ 18.36 കോടി രൂപ മരവിപ്പിക്കുകയും കൃത്യമായ ബാങ്ക് ഇടപാടുകൾ തെളിവായി ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അങ്ങനെയൊരു അപേക്ഷ കോടതി അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ED സമർപ്പിക്കുന്ന തെളിവുകൾ അതീവ ഗൗരവത്തോടെയാണ് കോടതികൾ കാണാറുള്ളത്. അതിനാൽ തന്നെ ജാമ്യം നിഷേധിക്കപ്പെടാനും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുമുള്ള സാധ്യതകൾ ED സജീവമായി പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, വീണ വിജയന്റെ അറസ്റ്റ് നടന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന
പ്രകമ്പനം വളരെ വലുതായിരിക്കും. പിണറായി വിജയന്റെ മകൾ എന്ന ലേബൽ കൊണ്ട് മാത്രം നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന സന്ദേശം ഈ അറസ്റ്റിലൂടെ കേന്ദ്ര ഏജൻസികൾക്ക് നൽകാനാകും. അറസ്റ്റ് തടയാൻ പാർട്ടി പ്രവർത്തകരെ ഇറക്കി നടത്തുന്ന പ്രതിഷേധങ്ങളോ ആക്രമണങ്ങളോ നിയമ നടപടികളെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. മറിച്ച് കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന നീക്കങ്ങൾ കൂടുതൽ കർശനമായിരിക്കും. വീണ വിജയന്റെ അറസ്റ്റ് എന്നത് ഇപ്പോൾ കേവലം ഒരു ഊഹാപോഹം മാത്രമല്ല, മറിച്ച് ഇഡിയുടെ പക്കൽ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ അത് അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇതിനെ മറികടക്കാൻ സാധിക്കുമോ എന്നതും അതോ നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരുമോ എന്നതും വരും ദിവസങ്ങളിൽ കാണാം. അറസ്റ്റ് നടന്നാൽ അത് കേരളത്തിലെ അഴിമതിക്കെതിരായ പോരാട്ടത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറും എന്നതിൽ സംശയമില്ല. ഇത് അവസാനമല്ല, തുടക്കം മാത്രമാണ്. അധികാരത്തിന്റെ സുരക്ഷാ വലയം ഓരോ ദിവസവും നേർത്തു വരികയാണ്. വീണ വിജയന്റെ വസതിക്ക് മുന്നിൽ ഇനി നിൽക്കാൻ പോകുന്നത് പോലീസ് വണ്ടിയല്ല, നിയമത്തിന്റെ ശക്തമായ കൈകളാണ്. കേരളം ഉറ്റുനോക്കുകയാണ്. അധികാരത്തിന്റെ ആട്ടും തുപ്പും കൊണ്ട് നിയമത്തെ തടയാമോ, അതോ സത്യം പുറത്തു വരുമോ? വരും മണിക്കൂറുകൾ അധികാരത്തിൽ ഇരുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നിയമത്തിന് മുന്നിൽ തുല്യമായ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഈ കേസ് കേരള രാഷ്ട്രീയത്തിൽ എന്ത് വലിയ മാറ്റമാണ് കൊണ്ടുവരിക എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം. ഇനി ഇഡിയുടെ ഈ നീക്കം കേവലം ഒരു പരിശോധനയായിരുന്നില്ല, അതൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഇഡിക്ക് അനുകൂലമായ വിധി ലഭിച്ച ഉടനെ പ്രതിഭാഗത്തിന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ പോലും സമയം നൽകാതെ ആ ഇടവേള കൃത്യമായി ഉപയോഗിച്ചാണ് ഇഡി റെയ്ഡ് പ്ലാൻ ചെയ്തത്. വിവരം ചോർന്നാൽ തെളിവ് നശിപ്പിക്കപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഡൽഹി ആസ്ഥാനത്ത് നിന്നും പ്രത്യേക അനുമതി വാങ്ങി ഒരേ സമയം കേരളത്തിലും ബംഗളൂരുവിലുമായി 10 മിന്നൽ പരിശോധന നടന്നത്. 242 അക്കൗണ്ടുകൾ ഒറ്റയടിക്ക് ലോക്ക് ചെയ്തത് ഇഡിയുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ ഈ റെയ്ഡിന് ശേഷം നടന്ന സംഭവങ്ങൾ കേരളത്തെ നാണം കെടുത്തുന്നതായി. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുന്ന ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ കല്ലെറിഞ്ഞത് കേരളത്തെ വലിയൊരു ക്രമസമാധാന പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു. ഡ്രൈവർക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. ഒരു ജനാധിപത്യ രാജ്യത്ത് അന്വേഷണ ഏജൻസികളെ ആക്രമിക്കുന്നത് എന്തിനാണ്? നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയായിട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനെ കണ്ടത്. ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നു എന്ന നിഗമനത്തിലെത്തിയ കേന്ദ്രം ഇനി വരുന്ന ഓരോ നീക്കത്തിനും സംസ്ഥാന പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത തവണ ഇഡി വരുമ്പോൾ അത് തോക്കേന്തിയ കേന്ദ്രസേനയുടെ സുരക്ഷാ വലയത്തിലായിരിക്കും. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത്? കേരളത്തിന്റെ തെരുവുകളിൽ അഴിഞ്ഞാടിയ ഈ ആക്രമണം വെറുമൊരു പ്രകോപനമായി കാണാൻ കഴിയില്ല. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലും നിയമപാലകരെയും അന്വേഷണ ഏജൻസികളെയും തടയുക എന്നതിനർത്ഥം അവർക്ക് എന്തോ വലിയൊരു സത്യം ഒളിപ്പിച്ചു വെക്കാനുണ്ട് എന്ന് തന്നെയാണ്. തങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ എന്ത് അതിക്രമം കാണിച്ചാലും അത് ചോദ്യം ചെയ്യപ്പെടില്ല എന്ന ധാർഷ്ട്യമായിരുന്നു ഈ പ്രവർത്തകർ മുമ്പും കാണിച്ചിരുന്നത്. ഇഡി ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് എത്തിയത്. നിയമപരമായ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞും വാഹനങ്ങൾ തകർത്തും ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യത്തോട് കാണിക്കുന്ന വലിയൊരു വെല്ലുവിളിയല്ലേ? ആരാണ് ഇവർക്ക് ഇതിനുള്ള അധികാരം നൽകിയത്? ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് നോക്കുകുത്തികളായി നിന്നപ്പോൾ നിയമത്തെ കയ്യിലെടുക്കാൻ രാഷ്ട്രീയ ഗുണ്ടകൾക്ക് ലൈസൻസ് കൊടുത്തത് ആരാണ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സംഭവങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ മൊത്തത്തിൽ മാറ്റിമറിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ പതിവ് പോലെ ഇതും അവസാനിപ്പിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.